എന്നതുപോലെ നമ്മൾ മുത്തുനബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് തങ്ങൾക്കാരുടെയും സ്നേഹം കിട്ടാത്ത കുറവുള്ളത് കൊണ്ടല്ല. അതേ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് പറയുന്നത്? ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്. എനിക്ക് സിദ്ദീഖുൽ അക്ബറിനെ വേണ്ട പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ ഖലീലായി. അള്ളാഹ്ക്ക് എന്നോടും വലിയ ഇഷ്ട, എനിക്ക് അള്ളാഹിനോടും വലിയ ഇഷ്ട. ഏറ്റവും വലിയ സ്നേഹം അള്ളാഹിന്റെ സ്നേഹം കിട്ടിയാൽ ലോകത്ത് വേറെ ആരെങ്കിലും സ്നേഹം ആവശ്യം? ഒരാവശ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആരുടെയും സ്നേഹത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? നമുക്ക് കാര്യം കിട്ടാൻ. കാരണം എന്താ? അൽ മർഉ മഅ മൻ അഹബ്ബ. നിങ്ങൾ ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാം. നിങ്ങൾ എന്നെ ഇഷ്ടം വെച്ചാൽ എന്റെ കൂടെ വരാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമായതിൽ പിന്നെ ഏറ്റവും സന്തോഷമുണ്ടായ ദിവസം ഈ ഹദീസ് കേട്ട ദിവസം. അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹ്ബബ്ത എന്ന പ്രസ്താവന കേട്ടെന്നാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. കാരണം എന്താ? ഉഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ. എനിക്ക് അവരോട് വലിയ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടവരുടെ കൂടാണ് സ്വർഗ്ഗ നാളെ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളോടാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് എനിക്ക് സ്നേഹമാണ്. അവ നമ്മളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാനല്ല. കുല്ലു യദ്ദഈ വസ്ലം ബിലൈല. എല്ലാരും പറയും ഞാൻ ലൈലന്റെ ആളാണ്. പക്ഷേ ലൈലക്ക് അങ്ങനെ എല്ലാരും ഒന്നുമില്ല. ലൈലക്ക് ലൈലയുടെ കാമുകനുണ്ട്. അപ്പൊ നമ്മളെപ്പോലത്തെ ഏടോ കിടക്കുന്ന ആളുകളൊക്കെ മഹബത്ത് വെച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും കിട്ടാനല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് പ്രിയമുള്ളതായി മാറാനാണ് മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കാൻ പറഞ്ഞത്. തങ്ങള് പറഞ്ഞു എന്ന് പറയുമ്പോൾ ചെയ്യാൻ ഒരു ആവേശം, ഉമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചെയ്യാൻ മകൻ എന്തൊരാവേശമാണ്. ഉമ്മ നമ്മളോടൊരു ആവശ്യം പറഞ്ഞ നമുക്ക് എത്ര സന്തോഷം. ഉമ്മനോട് ഇഷ്ടവും ബഹുമാനവും ഉള്ളൊരു മോന് ഉമ്മ ഒരാവശ്യം പറഞ്ഞ എത്ര വലിയ സന്തോഷം. ഉമ്മ പറയണം, മോനെ എനിക്കൊരു കുപ്പായമാണ്. എത്ര വലിയ പെരുന്നാളായി പോയെന്ന്. അൽഹംദുലില്ലാഹ് ഉമ്മ എന്നോട് പറഞ്ഞല്ലോ. അപ്പോഴുണ്ട് ആ ഉമ്മ പറഞ്ഞു, ഉമ്മയോടുള്ള സ്നേഹാണ്. അതേ സമയത്ത് തന്നെ വേറൊരാള് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് എത്ര സുഖം ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നല്ല സുന്ദരിയായ ഒരു 16-കാരി ഒരു ആക്സിഡന്റ് പറ്റി നമ്മുടെ മുമ്പിൽ വെച്ച് കണ്ടു. മാനുഷികമായൊരു ദുഃഖം ഉണ്ടാവും. പിന്നെ നമ്മളത് മറന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിലത്തെ വല്യമ്മ ബാത്റൂമിൽ തെന്നി വീണു എന്ന് കേട്ടു. നമുക്ക് ഭയങ്കര വിഷമായി. കാരണം എന്താ? ആ വീണത് എന്റെ വല്യമ്മയാണ്, എന്റെ വലിയുമ്മയാണ്. ആ പ്രായമുള്ള വല്യമ്മ തെന്നി ഒന്ന് വീണപ്പോ നമുക്ക് വേദന. ഈ 16-കാരി വീണപ്പോ അത്ര വേദനയില്ല. എന്താ കാരണം? ഇതെന്റെ വലിയുമ്മയാകും. അവ സ്നേഹമാണ് വിധേയത്വത്തിനും കടപ്പാടിനും എല്ലാം അടിസ്ഥാനം. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ മഹബത്ത് വെക്കണമെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ നിയമങ്ങൾ മധുരമുള്ള നിലക്ക് നമുക്ക് അനുസരിക്കാനാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. കാരണം ജല്ല ജലാലായ റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഒരാൾ അസറിന്റെ നിസ്കാരം അവസാനം മഗ്രിബിന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കുമ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, സ്വലാത്തുൽ മുനാഫിഖ് സ്വലാത്തുൽ മുനാഫിഖ് സ്വലാത്തുൽ മുനാഫിഖ്. ആ ഹദീസിന്റെ വ്യാഖ്യാനം വേറെ വിശദമായി ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആദ്യം നിസ്കരിക്കും. നിസ്കാരം നല്ല മധുരമുള്ളതായി തോന്നും.
അള്ളാഹുവിനോടുള്ള ഖിതാബാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾക്ക് നിസ്കാരം മധുരമുള്ളതായി തോന്നും. ഇബ്നു ഫർഹൂൻ തങ്ങൾ 40 കൊല്ലം മദീനയിൽ താമസിച്ചു. ഒരിക്കൽ പോലും ഒരാളുടെ പിന്നിൽ നിസ്കരിച്ചിട്ടില്ല. പിന്നിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാം സഫിൽ വലത് സൈഡിൽ നിൽക്കുന്ന ആൾ ആരുടെയും പിന്നിലാവൂല. ഇടത് സൈഡിലായാലും ഒന്നാം സഫിൽ ഇമാമിന്റെ തൊട്ടപ്പുറപ്പുറം നിൽക്കുന്ന ആൾ ആരുടെയും ബാക്കിലാവൂല. അവിടെ ആരുടെയും പിന്നിൽ നിസ്കരിച്ചിട്ടില്ല എന്നാണ് ഇബ്നു ഫർഹൂൻ തങ്ങളെ മനാഖിബ്. മസ്ജിദുൻ നബവി തുറന്നാൽ ഇല്ലാ വഹുവ ഫിൽ ബാബ്, മഹാനവറുകൾ വാതിൽ തുറന്നാൽ അവിടെ ഉണ്ടാവും. എത്ര 40 കൊല്ലത്തിലേറെ ഇബ്നു ഫർഹൂൻ തങ്ങൾ മദീനയിൽ താമസിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് തഅസിയത്തുൽ മുജാവിർ എന്നൊരു ഗ്രന്ഥമുണ്ട്. നസീഹത്തുൽ മുശാവിരി വ തഅസിയത്തുൽ മുജാവിർ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം ഇമാം ഇബ്നു ഫർഹൂൻ തങ്ങൾക്കുണ്ട്. അതിന്റെ മുഖദ്ദിമയിൽ എഴുതിയത് കാണാം. ഈ 40 കൊല്ലവും അവ്വൽ സഫ് ലാസിമ, അവിടെ ഇരുന്ന് ഖുർആൻ ഓതാൻ. എവിടെ? മസ്ജിദുൻ നബവി. ബഹുമാനപ്പെട്ടവരെഴുതി ആ അന്ന് കാലത്ത് നടന്നിരുന്ന മൗലിദുകളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഓരോരോ മഹത്തുക്കൾ അവരുടെ വീട്ടിൽ മൗലിദ് നടക്കുന്ന ആചാരങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ഇബ്നു ഫർഹൂൻ തങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെ മദീനയിൽ വലിയ ഇഷ്ടാണ് നിസ്കാരം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈയാണ്. 40 കൊല്ലം മസ്ജിദുൻ നബവിയിൽ. ഹറാ യുദ്ധത്തിന്റെ സമയത്ത് അവിടെ ഉപരോധം ഉണ്ടായി. ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ മസ്ജിദുൻ നബവിയിൽ കൂടാണ്. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ കൂടിയപ്പോൾ നിസ്കാരത്തിന്റെ സമയം അറിയാൻ ഒരു വഴിയും ഇല്ല. നിസ്കാരത്തിന്റെ സമയം എവിടെ നിറഞ്ഞു ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിൽ നിന്ന് വിവരം കിട്ടി. അങ്ങനെ ഓരോ വഖത്തും നിസ്കരിക്കാൻ. ആര്? സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനല്ല. അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകാനാണ്, നമുക്ക് ജയിക്കാനാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നമ്മൾ നല്ല നിലക്ക് അനുസരിക്കാനാണ്. ആ നിലയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണേ. രണ്ടാമത്തെ ഒരു സംശയം ഞാൻ ഉന്നയിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മനസ്സ് മാറിയോ? അതേ, മാറിയിട്ടുണ്ടേ. അവിടുത്തെ ഒരു നോക്കുകൊണ്ട് തന്നെ മാറ്റമുണ്ടായ എത്രയെത്ര ആളുകളാണ്. അവിടുത്തെ ഒരു വാക്കുകൊണ്ട് ഹിദായത്ത് കിട്ടിയ എത്രയെത്ര ആളുകളാണ്. കാരണം അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് വരാൻ പറ്റുന്ന ആത്മീയതയുടെ ഏറ്റവും ഉന്നതിയിലല്ലേ മുത്തുനബി തങ്ങളുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. ആ സമയത്തോ വഴിയിൽ ഇറങ്ങി വാങ്ങുകൊടുത്തു നിസ്കരിക്കാൻ. അപ്പുറത്തൊരു യാത്രാ സംഘമുണ്ട്. ഈ വാങ്ങുകൊടുക്കുന്ന സമയത്ത് അവരവിടെ ഒച്ചപ്പാടുണ്ടാക്കി. ഉടനെ ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ആരാണ് അവിടെ ശബ്ദമുണ്ടാക്കിയത്? അവര് പറഞ്ഞു, അതെ, ഇന്നയാളാണ്. ശബ്ദമുണ്ടാക്കിയ ആൾ ഇന്നയാളാണ്. അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദിൻ, വാങ്ങു കൊടുക്കാൻ പറഞ്ഞു. അബൂ മഹ്ദൂറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ പറഞ്ഞു, എനിക്ക് വാങ്ങു കൊടുക്കാൻ അറിയില്ല. വാങ്ങിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഓരോ വാചകങ്ങളും കേട്ടുകൊണ്ട് അദ്ദേഹം വാങ്ങു കൊടുക്കാൻ തുടങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വാങ്ങു കൊടുത്തു കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളെ മൂർദാവിൽ ഒന്ന് കൈവച്ചിട്ട് മുൻഭാഗത്തുകൂടി പൊക്കിൽ വരെ ഒന്ന് തടകിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ
എന്റെ മൂർദാവിൽ കൈവെക്കുന്നതിന് മുമ്പ് ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അവിടുന്ന് തലോടിക്കഴിഞ്ഞപ്പോൾ അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായി മാറിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും മഹബ്ബത്തുണ്ടായി. ആ അബൂ മഹ്ദൂറ എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലോടിയ ആ ശിരസ്സിലെ മുടി പിന്നെ ജീവിതകാലത്ത് മുറിച്ചിട്ടില്ല. മരണം വരെ ആ മുടി ഇങ്ങനെ നീട്ടിക്കൊണ്ടേ. എനിക്ക് ഹിദായത്ത് കിട്ടാൻ കാരണം മുത്തുനബി തങ്ങൾ തലോടി ആ മുടിയാണ്. അതങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് 30 കൊല്ലത്തോളം പിന്നീട് ജീവിച്ചു. ആ മുടി മുറിച്ചിട്ടില്ല. മക്കയിലെ മുഅദ്ദിനായി ബിലാൽ തങ്ങൾ മദീനയിലെ മുഅദ്ദിനായിരുന്നത് പോലെ മക്കയിലെ മുഅദ്ദിനായി അബൂ മഹ്ദൂറ. നല്ല മനോഹരമായ വാങ്ങി കൊടുക്കുന്ന ആളായി. നോക്കൂ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ മാറാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ നിലപാട് മാറിയത് ഒരു ജാടയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ മനസ്സ് അപ്പോഴേക്ക് മാറിക്കഴിഞ്ഞു. ഓ മുഅ്മിനീങ്ങളെ, ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. മഹാനരായ സയ്യിദ് അവർകൾ നമ്മളോട് നസീഹത്ത് ചെയ്ത് ദുആ ചെയ്യാനിരിക്കുന്നു. ഈ സ്വലാത്തിന്റെ മജ്ലിസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, അമ്മസ്സലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ മനസ്സിരുത്തിയൊന്ന് സ്വലാത്തു ചൊല്ലണേ. എല്ലാ നന്മയ്ക്കും എല്ലാ വിജയത്തിനും എല്ലാ മുന്നേറ്റത്തിനുമുള്ള നിമിത്തമാണ്. നമ്മൾ നിത്യേന സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ സ്വലാത്ത് നേരെ മദീനയിലെത്തുന്നുണ്ട്. ഒരു ഉപചാരപൂർവമുള്ള വർത്തമാനമല്ല. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം. അതാ ആരൊരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാലും എന്റെ മേൽ എന്റെ ആത്മാവ് മടക്കി തരികയും ഞാൻ അവർക്ക് സലാം മടക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും സലാം കേൾക്കുന്നു, സലാം മടക്കുന്നു. ഈ നിലക്ക് സ്വലാത്ത് സലാമുകൾ മദീനയിലേക്ക് എത്തുന്നുണ്ടേ. നമ്മുടെ സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന കാണിക്കയാണ്. സമ്മാനം കൊടുക്കുകയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സമ്മാനം തുഹ്ഫ. ആ സ്വലാത്ത് സലാമിനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കേവലം നമ്മുടെ മജ്ലിസുകൾ നടത്തുന്നത് മാത്രമല്ല, ദൈനംദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിശ്ചിത സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ എത്തും. ഒരു ദിവസം ആ സ്വലാത്ത് മുടങ്ങും. അത് നമ്മൾ മരണപ്പെടുന്ന ദിവസമായാൽ ഹബീബായ തങ്ങൾ നോക്കും, കരുനാഗപ്പള്ളി കോഴിക്കോട് അല്ലെങ്കിൽ മരുതൂക്കുളങ്ങര ഇന്നാലിന്റെ വീട്ടിലെ അബ്ദുറഹ്മാന്റെ സ്വലാത്ത് ഇന്ന് വരുന്നില്ലല്ലോ, ആളെവിടെ പോയി? അതേ, മരണപ്പെട്ടു പോയി. അപ്പം മുത്തുനബി തങ്ങൾ നോക്കും, ഇയാൾക്ക് വല്ല ആവശ്യവും ഉണ്ടോ? അവിടെ ശഫാഅത്ത് ചെയ്യാൻ വരുമേ. ഇതാണ് സ്വലാത്തിന്റെ വലിയ പവർ. നിത്യം നിശ്ചിത സ്വലാത്ത ചൊല്ലുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. 100 സ്വലാത്തോ 200 സ്വലാത്തോ 300 സ്വലാത്തോ ഒക്കെ നിത്യം മുടങ്ങാതെ ചൊല്ലണം.
ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഖ്തിയാരിൽ കാക്കിയ ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കല്യാണം കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ അന്ന് ജീവിച്ചിരുന്ന വലിയൊരു മഹാൻ വന്നിട്ട് ചോദിച്ചു, ഓ മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നും കൊടുക്കുന്ന സമ്മാനം 2-3 ദിവസമായിട്ട് കൊടുക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഇമാം ഷാവലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾ എന്നും മുത്തുനബി തങ്ങൾക്ക് കൊടുക്കുന്ന എന്തോ സമ്മാനം കൊടുക്കാണ്ടായി പോയ. അപ്പൊ ആലോചിച്ച്, ശരിയാണ്, ഞാൻ 300 സ്വലാത്ത് നിത്യം ചെല്ലാറുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമല്ലേ എന്ന് വിചാരിച്ചു മുടങ്ങിപ്പോയി. അതാണ് ഞാൻ കൊടുക്കുന്ന സമ്മാനം. പിന്നീട് കൂടുതൽ സ്വലാത്ത് ചൊല്ലി വിലായത്തിന്റെ ഉന്നതിയിലെത്തിയ മഹാനല്ലേ ബഖ്തിയാരിൽ കാക്കിയ ദഹ്ലവി. കുത്തബ് മിനാറിന്റെ ബാക്കിൽ മഹ്റോളിയിൽ വിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. പിന്നീട് സ്വലാത്തിലായ ജീവിതം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിലക്ക് നിത്യേന സ്വലാത്ത് ചൊല്ലുന്നവരായാൽ നമ്മൾ വിജയിച്ചു പോയി. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റവും പുണ്യമുള്ള കർമ്മമായി കണ്ട് സ്വലാത്തിനെ ദായിമാക്കി ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നാളെ പരലോകത്തെ ഏറ്റവും അടുത്തു ചെല്ലുന്നവർ ആരാണ്? വേറെ ആരുമല്ല, അക്സറുഹും അലയ്യ സ്വലാ, ഏറ്റവും കൂടുതൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നാളെ എന്റെ ചാരത്ത് വരികയെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, രക്ഷിതാക്കളോട്, മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മുടങ്ങാതെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കണം. റബീഉൽ അവ്വൽ ഇനി ഒരാഴ്ചയെ നമ്മുടെ മുമ്പിലുള്ളൂ. എല്ലാ ദിവസവും വീട്ടിൽ മൗലിദ് ഓതണം. ഹബീബായ തങ്ങളുടെ മദ്ഹ് ചൊല്ലണം. നമ്മുടെ ഖൽബിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിന്റെ പ്രകാശനമാണ് എല്ലാ ദിവസവും മുത്തുനബി തങ്ങളുടെ മദ്ഹ് തന്നെ. കണ്ടില്ലേ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ വസ്തുക്കൾക്കും ഇഷ്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ച് പറഞ്ഞു, ഹാദിഹി ത്വാബ, ഇത് ത്വാബയാകുന്ന മദീനയാണ്. വഹാദാ ഉഹദ്, ഇത് ഉഹദ് പർവ്വതമാണ്. യുഹിബ്ബുനീ വഉഹിബ്ബുഹു, ആ ഉഹദ് പർവ്വതത്തിന് എന്നോട് വലിയ ഇഷ്ടമാണ്, എനിക്ക് ഉഹദിനോടും വലിയ ഇഷ്ടമാണ്. ഏകദേശം 6 കിലോമീറ്റർ നീളമുള്ള, ഏകദേശം ചുവന്ന നിറമുള്ള, കുറെ മുനമ്പുകളും ചായ്വുകളുമുള്ള മദീനയിലെ വലിയ പർവ്വതമല്ലേ, ദൈർഘ്യമുള്ള മലയല്ലേ ഉഹദ് മല. ആ ഉഹദ് മലയ്ക്ക് മുത്തുനബി തങ്ങളോട് ഇഷ്ടമാണത്രേ. മുത്തുനബി തങ്ങൾ പറയാണ്, ഉഹദ് യുഹിബ്ബുനീ, എന്നോട് ഉഹദിന് വലിയ ഇഷ്ടമാണ്. ഉഹിബ്ബുഹു, എനിക്ക് ഉഹദിനോടും വലിയ ഇഷ്ടമാണ്. ഈ ഹദീസ് വെച്ചിട്ട് അല്ലാമ ഇബ്നു ഹജർ തങ്ങളും ഇമാം നവവി തങ്ങളും ചർച്ച ചെയ്തിട്ട് ചോദിച്ചു, അങ്ങനെ ഒരു ജീവനില്ലാത്ത വസ്തുവിന് മഹബ്ബത്തുണ്ടാകുമോ? ഹാദാ അലൽ ഹഖീഖത്തി അം ലാ, ഇത് ശരിയായ അർത്ഥത്തിൽ തന്നെയാണോ ഇത് വ്യാഖ്യാനിക്കേണ്ടത്, അതല്ല ഇതൊരു ആലങ്കാരികമായ അർത്ഥത്തിൽ പറയണോ? രണ്ടുപേരും പറഞ്ഞു, ആലങ്കാരിക അർത്ഥത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചില അചേതന വസ്തുക്കൾക്ക് അല്ലാഹു തആല അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉഹദിന് അല്ലാഹു അങ്ങനെ പ്രത്യേകത കൊടുത്തതാണ്. ഉഹദ് മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച മലയാകും. ഉഹദിന്റെ ഒരു ഭാഗ്യം നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 വർഷം ഉപയോഗിച്ച വാഹനമാണ് ഖസ്വാ എന്ന ഒട്ടകം. 11 കൊല്ലം, 4 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയതാണ് ഖസ്വാ എന്ന ഒട്ടകത്തെ. പിന്നെ 11 കൊല്ലവും മുത്തുനബി തങ്ങളുടെ കൂടെ. ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ ഭാഗ്യം എന്താണെന്നറിയോ? ഹിജറ പോയത് മുത്തുനബി തങ്ങൾ അതിന്റെ മേലെ ഇരുന്നിട്ടാണ്. മദീനത്തിൽ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നബിയെ ഞങ്ങളെ വീട്ടിൽ വരണം, ഞങ്ങളെ വീട്ടിൽ വരണം, ഞങ്ങളെ വീട്ടിൽ വരണം. അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നഹാ മഅമൂറ. ഖസ്വാഇനറിയാം എവിടെ മുട്ടുകുത്തണ്ടെന്ന്. ഖസ്വാഇന് അല്ലാഹു സന്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ ഭാഗ്യം നോക്കിയാ. അങ്ങനെ ഖസ്വാ വന്ന് മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി ഉള്ളത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബദറിൽ പങ്കെടുത്തു, ഹുദൈബിയയിൽ പങ്കെടുത്തു, ഉംറത്തുൽ ഖളാഇന് പോയി അടുത്ത കൊല്ലം. പിന്നെയോ മക്ക വിജയത്തിന്റെ അന്ന് മുത്തുനബി തങ്ങൾ പോയത് ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലാണ്. ഹജ്ജത്തുൽ വദാ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയത് ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണമായപ്പോൾ അവിടുന്ന് കഅബാലയം തവാഫ് ചെയ്തത് ഒരു പ്രാവശ്യം ഖസ്വാഇന്റെ മേലെ കയറി ഇരുന്നിട്ടാ തവാഫ് ചെയ്തത്. അപ്പൊ മുത്തുനബി തങ്ങളെ കൊണ്ട് തവാഫ് ചെയ്ത ഒട്ടകം. എത്ര വലിയ ഭാഗ്യാണ് ആ ഒട്ടകത്തിന് കിട്ടിയത്. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയും, നല്ല ഒട്ടകമാണ്, നല്ല സ്വഭാവമുള്ള ഒട്ടകം, നല്ല ചിട്ടയുള്ള ഒട്ടകം. മുത്തുനബി തങ്ങൾ മധുവ പറയും, മറ്റൊട്ടകങ്ങളുടെ കൂടെ പായാ നിന്നാൽ എപ്പോഴും ഫസ്റ്റാ. അങ്ങനെ ഖസ്വാ എന്ന ഒട്ടകം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു, ഇഷ്ടം വെച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചില്ല, പിന്നെ ഭക്ഷണം കഴിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് മരണപ്പെട്ടുപോയി. ഖസ്വാ എന്ന ഒട്ടകം മുത്തുനബി തങ്ങളുടെ കൂടെ നടന്ന ഒരു ഭാഗ്യം നമുക്കുണ്ടോ? ഇഷ്ടം വെച്ച ഒരു മഹബത്ത് നമുക്കുണ്ടോ? ആലോചിച്ചു നോക്ക്, അതിന്റെ ഒരു ഭാഗ്യം. നമുക്ക് വല്ല ഭാഗ്യം കിട്ടി അങ്ങനെ. ഈ ഉഹദ് പർവ്വതം നാളെ സ്വർഗത്തിൽ വരും. സ്വർഗത്തിന്റെ ഒരു കവാടത്തിന്മേലാണ് അതുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം മുഴുവനും ഇഷ്ടം വെച്ചേക്കാണ്. നമ്മൾ മാത്രം ഒരു ഫോർമാലിറ്റിക്ക് ഉണ്ടായാ പോരാ. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു മഹബത്ത് വരണം. ഹുബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്, മഹബത്താണ്. ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖൊന്ന് നിറച്ചു തരട്ടെ. ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ പപ്പ പോരൂലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ മനുഷ്യരല്ലാത്ത ലോകം മുഴുവനും വേണ്ട പോലെ ഇഷ്ടം വെക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ വസ്തുക്കളെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് എന്താണ്? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നുണ്ട്.
തസ്ബീഹ് ചെയ്യുന്ന വസ്തുക്കൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അപകടം വരാനില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഞാനും നിങ്ങളും ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് മഹബ്ബത്ത് വെക്കണം. അതാ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയാണ്, രണ്ടാം ഖലീഫയാണ്. എല്ലാമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ജനക്ഷേമം അറിയാൻ വേണ്ടി റൗണ്ട് ചെയ്യുകയാണ്. രാത്രിയിൽ റൗണ്ട് ചുറ്റാണ് ഭരണാധികാരി, ജനങ്ങളുടെ ക്ഷേമം അറിയാൻ. അങ്ങനെ രാത്രിയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക്. ഓരോ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അന്വേഷണങ്ങൾ മഹാനവറുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും പട്ടിണി കിടക്കുന്നോന്നറിഞ്ഞാൽ പരിഹാരം കാണും. ഏതെങ്കിലും വീട്ടിൽ നിന്ന് കരച്ചൊലി വരുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഹാരം കണ്ടെത്തും. അങ്ങനെ ഭരണാധികാരി രാത്രി മുഴുവനും ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങുന്ന ആളാണ്. അങ്ങനെ വരുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കേൾക്കുന്നു, ഒരു ഉമ്മാന്റെ ബൈത്താണ് കേൾക്കുന്നത്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൂനൽ അഖിയാർ ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഒരു കുടിലിൽ നിന്നൊരു ഉമ്മാന്റെ ബൈത്ത് ഇങ്ങനെ കേൾക്കാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ. അവിടുത്തെ മേൽ സജ്ജനങ്ങളുടെ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ നബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ ചൊല്ലി 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 വന്നുകൊണ്ട് മഹദി അവറുകളെ പറയാണ്, ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. എന്നെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വർഗ്ഗത്തിലൊന്ന് ചേർത്ത് തരുമോ റബ്ബേ. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളത് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഉമ്മാന്റെ ഈണം കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. മഹാനവറുകൾ അവിടെ ഇരുന്നിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നു. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആരാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ? അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മുഴുവനും ഭരണാധികാരിയാണ്. ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികൾക്കും എങ്ങനെയാണ് ഭരണം നടത്തേണ്ടതെന്ന് മാതൃക കാണിച്ചു കൊടുത്ത മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ മികവ് കൊണ്ട് പ്രത്യേകം അഭിനന്ദിച്ച സ്വഹാബിയാണ്. താന ബഹുമാനങ്ങൾ ഏറെയുള്ള മഹാനാണ്. ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. എന്തിനേറെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങളെ ശരിവെച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിക സൂക്തമിറക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഉമ്മാന്റെ മദ്ഹ് കേൾക്കുമ്പോൾ അത് കേട്ടങ്ങ് കരയുന്നു. എന്നിട്ടോ മഹാനവറുകൾ അവിടെ ഇരുന്ന് കേട്ട് കരഞ്ഞ് ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. എന്നെയും എന്റെ ഹബീബിനെയും സ്വർഗത്തിലൊന്ന് ചേർത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഉമ്മാ
എന്നെയും ഒന്ന് ചേർത്ത് തരുമോ? ഉടനെ ആ മഹദി അങ്ങ് പാടി, വഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സ്വർഗത്തിലൊന്ന് ചേർക്കണേ, ഞങ്ങളോടൊപ്പം അവിടുത്തെ പാപമൊന്ന് പുറത്തു കൊടുക്കണേ. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എത്രയാണ്! അവിടുത്തെ ശരീരവും ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം തേടണമെന്ന് പറയുകയും അങ്ങനെ സമ്മതം തേടുകയും ചെയ്തു എന്ന് ഷറഫുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് വായിക്കാവുന്നതല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഞാനും നിങ്ങളും ഖൽബറിഞ്ഞൊന്ന് മഹബ്ബത്ത് വെക്കണം, അവിടുത്തോട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ്. എപ്പോഴാണ് ഇവിടുന്ന് വിളി വരികയെന്നറിയില്ല. അതെവിടെയാണ്, രാവാണോ പകലാണോ, യാത്രയാണോ അല്ലാത്തപ്പോഴാണോ? മരിക്കാൻ പറ്റാത്ത ഒരു വയസ്സ് ലോകത്തില്ല. ഏത് വയസ്സുകാരനും മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു നേതാവിന്റെ അനുയായിയാണെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നാളെ പരലോകത്ത് ചെന്നിട്ട് ഞാൻ LDF-കാരനാണ്, UDF-കാരനാണ്, മറ്റേതെങ്കിലും DF-കാരനാണ്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് പരലോകത്ത് പരിഗണനയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പരിഗണന കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്, തങ്ങളെ ഇഷ്ടം വെച്ച ആളാണ്, അവിടുന്ന് ഇഷ്ടം വെച്ചവരെ ഇഷ്ടം വെച്ച ആളാണ് എന്നതിനല്ലാതെ വേറെ ഒരു പരിഗണനയുമില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലം സൽക്കർമ്മങ്ങൾ ചെയ്ത് തഖ്വയിലായി ജീവിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ന് സാർവത്രികമായി സോഷ്യൽ മീഡിയ ഉപയോഗമുള്ള കാലമാണ്. എന്തെല്ലാം അനാവശ്യങ്ങൾ അതിൽ വരുന്നു, ആവശ്യങ്ങൾ അതിൽ വരുന്നു, നല്ല കാര്യങ്ങൾ വരുവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത് എന്തിനാണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ഷാഹിദാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തേക്ക് നിയോഗിച്ചത് ഷാഹിദായിട്ടാണ്. ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്, ഈ ഉമ്മത്തിന് മുഴുവനും സാക്ഷിയാണ്, ഇവിടെയുള്ള നടപടികൾക്ക് മുഴുവനും സാക്ഷിയാണ്, നന്മകൾക്ക് മുഴുവനും സാക്ഷിയാണ്. വമുബശ്ശിറാ, സുവിശേഷമറിയിക്കാൻ വേണ്ടിയാണ്, നന്മ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്നറിയിച്ചു തരാൻ.